നിങ്ങൾ കമ്പനിയുടെ ബിസിനസ് ഓണറോ അല്ലെങ്കിൽ അക്കൗണ്ട്സിലോ ഫിനാൻസിലോ മറ്റുള്ള റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വകുപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നിങ്ങളുടെ റിപ്പോർട്ടുകളെ ഡിഫറെൻ്റ് ബ്രാഞ്ചസിലുള്ള റിപ്പോർട്ടുകളെ എങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യാന്നുള്ളത്. അതിലൂടെ നമുക്ക് റിപ്പോർട്ടുകൾ ഓട്ടോമേറ്റ് ചെയ്യാനും കഴിയും. അതെങ്ങനെയാണ് കൺസോളിഡേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്കിവിടെ തന്നിട്ടുള്ള ഡിഫറെന്റ് ബ്രാഞ്ചസിലുള്ള സെയിൽസ് റിപ്പോർട്ടാണ്. ഈ സെയിൽസ് റിപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കൺസോൾട്ടേഷൻ ചെയ്യുന്നത്. ഇവിടെ ഓരോ ബ്രാഞ്ചസ് തിരുവനന്തപുരം, അതേപോലെ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, തൃശ്ശൂർ, പാലക്കാട്. ഇതിനെല്ലാം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റും. ഇത് ഓൾറെഡി ഞാനിവിടെ ടേബിൾ ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിൾ ഫോർമാറ്റ് മാറ്റിയതിന് ശേഷം അതിന് ഒരു നെയിം ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ CLT എന്ന് കൊടുത്തു, കോഴിക്കോട്. മലപ്പുറത്തിന് MLM എന്ന് കൊടുത്തു. കണ്ണൂരിന് KNR-ഉം, തൃശ്ശൂരിന് TC-യും, പാലക്കാടിന് PKD-യും, കൊച്ചിക്ക് കൊച്ചി എന്ന് കൊടുത്തു. കാസർഗോഡിന് KSD, തിരുവനന്തപുരം TBM എന്ന് കൊടുത്തു. കോട്ടയത്തിന് KTM എന്ന്. ഇനി ലാസ്റ്റുള്ള ഈ സെല്ലില്, ഈ കോളത്തില്, ഈ ഷീറ്റില് ഈക്വൽ ടു, ഇവിടെ ലാസ്റ്റുള്ള ഈ ഷീറ്റില് ഈക്വൽ ടു വി സ്റ്റാക്ക്. ഫസ്റ്റ് ആരെ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ കാണുന്നത് കോഴിക്കോട് CLT, കോമ, പിന്നെ MLM, കോമ, KNR, കോമ. ഈ ഒരു ഇക്വേഷന്റെ പ്രത്യേകത, ഓൾറെഡി ഈ അറയില് നമുക്ക് ആവശ്യമുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ടേബിൾ എങ്ങനെ ആഡ് ചെയ്താൽ തന്നെ ഈ ഡാറ്റാസ് കൺസോളിഡേറ്റ് ചെയ്യുന്നതായിരിക്കും. PKD, കോമ, KSD, കോമ, TBM, കോമ, the last one കോട്ടയം. കോട്ടയത്തിന് KT ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇവിടെ നമുക്ക് ആ ഡാറ്റാസ്, അവിടെയുള്ള എല്ലാ ഡാറ്റാസും കൺസോളിഡേറ്റ് ചെയ്തു. ബ്രാഞ്ച് സെലക്ട് ചെയ്ത എല്ലാ ബ്രാഞ്ചസിനും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്നു. ഇനി ഇവിടെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റീഫ്രഷ് അടിക്കുക, ഓട്ടോമാറ്റിക് റിപ്പോർട്ട് ഇവിടെ വരുന്നതായിരിക്കും. ഇനി ഇതിനെ നമുക്ക് ബ്രാഞ്ച് ബേസിസിലെ റിപ്പോർട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസേർട്ട് പോവുക, ഈ ഒരു ടേബിൾ, ഫ്രം ദി ടേബിൾ ഓക്കെ അടിക്കുക. എന്നിട്ട് ബ്രാഞ്ചസ് എന്നിങ്ങനെ ഫിൽറ്ററിൽ കൊണ്ടുപോയി ചേർക്കുന്നു. ഇൻവോയ്സ് ഡേറ്റ്, ഡേറ്റ്, കസ്റ്റമർ, പ്രോഡക്റ്റ്, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ഇതിൽ ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ ഒഴിവാക്കുക. ഇവിടെ എല്ലാ ബ്രാഞ്ചസിന്റെയും റിപ്പോർട്ട് ഇവിടെ വന്നു. ഇനി ഇവിടെ നമുക്ക് സിംഗിൾ ബേസിൽ ബ്രാഞ്ചസ് റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ കണ്ണൂർ, കണ്ണൂരിന്റെ ടോട്ടൽ അവിടെ വരും. അതേപോലെ കോഴിക്കോട്, മലപ്പുറം, ഇങ്ങനെ ബ്രാഞ്ചസ് ബേസിലും ഈ ടേബിളിന്റെ റിപ്പോർട്ട് എടുക്കാനും സാധിക്കും. അപ്പൊ എല്ലാവരും ഈ വീഡിയോ റിപ്പീറ്റഡ് ആയി കാണുക, എന്നിട്ട് നിങ്ങളുടെ കമ്പനിയിലും അപ്ലൈ ചെയ്യുക. ഈ വീഡിയോസ് അല്ലെങ്കിൽ ഇതിന്റെ പ്രാക്ടീസ് ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വി സ്റ്റാക്ക് എന്ന് കമന്റിൽ ടൈപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ ഓൾ.